ഇപ്പോൾ ദീപക് തർമ്മടംകുഴി കോഴിക്കോട് നമുക്കൊപ്പം ചേരുന്നു. ദീപക്, യഥാർത്ഥത്തിൽ ഈ കോഴിക്കോട് മലപ്പുറത്തുമാണല്ലോ ഇപ്പോൾ ഈ നിപ്പ വൈറസ് ബാധ ഉണ്ടായത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്? SKN കാലത്തു മുതൽ തന്നെ ഈ നിപ്പയുടെ ഒരു ഭീതി അല്ലെങ്കിൽ നിപ്പയാകുമോ എന്ന ആശങ്കയായിരുന്നു ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നത്. കാലത്ത് ഏതാണ്ട് ഒരു 9:30 മണിയോടുകൂടി ആരോഗ്യമന്ത്രി വീണ ജോർജുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് കൃത്യമായൊരു വിശകലനത്തിലേക്ക് കടക്കുന്നു, റിപ്പോർട്ട് വന്നാൽ പറയാം എന്നുള്ള നിലയിലായിരുന്നു. ആരോഗ്യമന്ത്രി മലപ്പുറത്തേക്ക് പുറപ്പെടാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് യാത്ര തിരിക്കാൻ കൂടി ആലോചിച്ചിരുന്നു. പക്ഷേ എന്നാൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉന്നതതല ആരോഗ്യ പ്രവർത്തകരുടെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. അപ്പോഴേക്കും തന്നെ പൂനെയിലെ വൈറോളജിക്കൽ ലാബോറട്ടറിയിൽ നിന്നുള്ള റിപ്പോർട്ട് വരുന്നു, നിപ്പ സ്ഥിരീകരിക്കുന്നു. ഈ പാണ്ടിക്കാട്ടെ ഈ ചെറുപ്പക്കാരന് നിപ്പ ബാധിച്ചു എന്നുള്ളതും കോഴിക്കോട്ടെ മിംസ് ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിലുള്ളത്. അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. കനത്ത ജാഗ്രതാ നിർദ്ദേശമാണുള്ളത്. കാരണം നിപ്പയുടെ മരണനിരക്ക്, വ്യാപനം എല്ലാം വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാക്കുന്നതുകൊണ്ട്. മാത്രവുമല്ല, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീതിജനകമായ ഒരു നിപ്പ ഓർമ്മയുണ്ട്. SKN 5 വർഷം മുമ്പാണ് സിസ്റ്റർ ലിനി പേരാമ്പ്രയ്ക്കടുത്ത ചങ്ങരോത്തായിരുന്നു ഇത് ആദ്യം കണ്ടെത്തുന്നത്. ഒരു ആരോഗ്യ പ്രവർത്തക തന്നെ ഈ നിപ്പയ്ക്ക് കീഴടങ്ങിയത് കേരളം കണ്ണീരോടെയാണ്, പ്രത്യേകിച്ച് കോഴിക്കോട് കണ്ണീരോടെ ഇപ്പോഴും ഈ നിപ്പ വേളയിൽ ഓർക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും നിപ്പയെത്തി. ഈ മൂന്നാമത്തെ അവസ്ഥയാണ്, മൂന്നാമത്തെ നിപ്പ വ്യാപനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഏതായാലും കനത്ത ജാഗ്രത അനിവാര്യമാണ് SKN. കാരണം ഈ ആശുപത്രികളിൽ സന്ദർശിക്കുന്നത് അത്യാവശ്യം കാര്യങ്ങൾക്ക് മാത്രം മതി എന്നുള്ളത് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരോട് പറയേണ്ടതുണ്ട്. സന്ദർശനം ഒഴിവാക്കേണ്ടതുണ്ട്. കൂടുതൽ പേർ ഒരുമിച്ച് ഒരു രോഗിയോടൊപ്പം പോകുന്ന സാഹചര്യം ഒഴിവാക്കണം. കാരണം ഇത് ഏത് രീതിയിൽ പടരുന്നു എന്ന് ചോദിച്ചാൽ നേരത്തെ തന്നെ കണ്ടെത്തിയത് ജന്തുജന്യമായ ഒരു രോഗമാണ്. പക്ഷെ ഒരാൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അയാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പടർന്നേക്കാം. മാത്രവുമല്ല, ഇതിൻ്റെ മരണനിരക്കിൻ്റെ അനുഭവം കൂടി നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത വേണം. ആരോഗ്യമന്ത്രി കൃത്യമായി അത് പറഞ്ഞു, വീണ ജോർജ്. നല്ല ജാഗ്രതയോടുകൂടി ആയിരിക്കണം. ഇനി ഓരോരുത്തരും ഈ നിപ്പയെ തുരത്താൻ വേണ്ടി കേരളമാകെ, മലബാർ ആകെ ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. SKN. ഓക്കെ, ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ദീപക്. 2018 മെയ് 19 കേരളത്തിൽ ആദ്യമായി നിപ്പ പൊട്ടിപ്പുറപ്പെട്ടത്. ദക്ഷിണേന്ത്യയിലെ ആദ്യ നിപ്പ വൈറസ് രോഗമായിരുന്നു കോഴിക്കോട്ട് ഉണ്ടായത്. 2018 ജൂൺ 1 വരെ ഏതാണ്ട് ഇന്ത്യയിൽ 17 മരണങ്ങളും 18 സ്ഥിരീകരിച്ച കേസുകളും ഉണ്ടായിട്ടുണ്ട്. ഈ മലപ്പുറം ജില്ലയിലാണ് ഇപ്പോൾ ഈ കേസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആദ്യം പൂന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന പരിശോധനാ ഫലമാണ് ഇപ്പോൾ നിപ്പ വൈറസ് ബാധ ഈ 14-കാരന്, പാണ്ടിക്കാട്ടെ 14-കാരന് ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പേരിൽ കുറേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും. മലപ്പുറം ജില്ലയിലാകെ നിയന്ത്രണം വേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നേ ഉള്ളൂ. കളക്ട്രേറ്റിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക ശ്രദ്ധയും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്ത് പ്രത്യേക കൺട്രോൾ റൂം തുറന്നു. 24 മണിക്കൂറും ഈ കൺട്രോൾ റൂം നിലനിൽക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. സമ്പർക്ക പട്ടികയിലുള്ള ആളുകളെ മുഴുവൻ നിരീക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. റൂട്ട് മാപ്പ് പ്രസിദ്ധപ്പെടുന്നതോടെ ഇതിൻ്റെ മാപ്പ് തയ്യാറാക്കും. അതുപോലെ ഈ സ്കൂളിൽ പോകുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ കുട്ടിയുടെ റൂട്ട് മാപ്പ് കൂടി എത്രയും പെട്ടെന്ന് തയ്യാറാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിപ്പ ബാധയുള്ള ആൾ മലപ്പുറത്തു നിന്നാണ്. കോഴിക്കോട് ആശുപത്രിയിലാണ് ഇദ്ദേഹത്തെ പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആശുപത്രിയിലേക്കുള്ള സന്ദർശനം ഒഴിവാക്കണം. കോഴിക്കോട് മിംസ് ആശുപത്രിയിലായിരുന്നു ഈ 14-കാരൻ്റെ ചികിത്സ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആശുപത്രികളിലേക്കുള്ള സന്ദർശനം വളരെ അത്യാവശ്യമില്ലെങ്കിൽ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ മാസ്ക് നിർബന്ധമായും ധരിക്കണം. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കഴിഞ്ഞു സംസ്ഥാന ആരോഗ്യവകുപ്പ്. അതുകൊണ്ട് തന്നെ 3 കിലോമീറ്റർ ചുറ്റളവിൽ, പാണ്ടിക്കാടിൻ്റെ ഈ 3 കിലോമീറ്റർ ചുറ്റളവിലും ഈ ആശുപത്രിയുടെ ചുറ്റളവിലും ഒക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യമാണ്. നിർബന്ധമായും ആശുപത്രിയിൽ എത്തുന്ന ആളുകൾ മാസ്ക് ധരിക്കണം എന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെടുന്നു.